Welcome to our YouTube channel, The Hunger Traveler. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ സീരീസ് തുടങ്ങാണ് Mom&Dad Recipes. ഇവിടുത്തെ ഞങ്ങളുടെ അമ്മച്ചിയും എൻ്റെ മമ്മിയും ഡാഡിയും ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആണ് ഇന്ന് മുതൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അവർ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണിത്. അത് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെതായ ചില അപാകതകളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, Mom&Dad Recipes എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇടുന്ന എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ Mom&Dad Recipesിലത്തെ ആദ്യത്തെ ഡിഷ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും കൂടി വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അത് അപ്പത്തിൻ്റെ കൂടെയും ചോറ്, ചപ്പാത്തി, പൂരി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായി പോകുന്നതാണ്. വെജിറ്റേറിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കപ്പ് ഗ്രീൻ ബീൻസും 2 ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞളും സബോളയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് വേവിച്ചിട്ടുള്ളതാണിത്. കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് അടിച്ചിരിക്കുന്നത്. 1 സബോളയുടെ പകുതി, കറിവേപ്പില, 1 തക്കാളി കഷ്ണങ്ങളാക്കിയത്, 2 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഒരു മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സബോള അരിഞ്ഞു വെച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സബോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് അതൊന്ന് വാട്ടിയെടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം തക്കാളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പച്ചമണം മാറി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സബോളയും തക്കാളിയും എല്ലാ മസാലകളും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് ചാറ് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പിടി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. തിള നിൽക്കുന്നതോട് കൂടിയിട്ട് ഈ 1-ാം പാലും 2-ാം പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അരികിൽ ലേസ് പിടിപ്പിച്ച നൈസായിട്ടുള്ള പാലപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പവും കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ചൂടുള്ള ചായ മത്തി കുടിക്കാം. നല്ല ഏലക്കയിട്ട് തിളപ്പിച്ച് പാലൊഴിച്ച് നല്ലോണം പഞ്ചസാര ഇട്ട ചായ. ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാൻ തോന്നില്ലേ? അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും ഉണ്ടാക്കിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.